മുഴുവൻ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB. ഡിസംബർ വരെ രാത്രിയെ വൈദ്യുതി പ്രതിസന്ധി തുടരും എന്നാണ് KSEB. ഈ സമയത്താണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് പറയാൻ തോന്നുക, അനുഭവിച്ചോ എന്ന് ഞാൻ ഇത്ര സന്ദർഭങ്ങളെ പറയുള്ളൂ, ഒരു സംശയമില്ല. കാരണം എനിക്ക് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയതാണെന്നേ. എത്രയോ തവണ നമ്മൾ ജനങ്ങളോട് പറഞ്ഞതാ, എടോ നിങ്ങളിത് ഇങ്ങനെ അബദ്ധമൊന്നും ചെയ്യല്ലേ എന്ന്. നിങ്ങൾ ആലോചിക്കേ, മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ കേൾക്കട്ടാ, പിന്നെ അപ്പുറത്ത് ME ഗോവിന്ദൻ മാഷ്, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, സജി ചെറിയൻ, VN വാസവൻ, V ശിവൻകുട്ടി, പിന്നെന്തുവാ മുഹമ്മദ് റിയാസ്, R ബിന്ദു, വീണ ജോർജ്, V അബ്ദുൾ റഹ്മാൻ. സുവർണകാലം ഓർമ്മ വരുന്നുണ്ടോ? ഒരു ഗംഭീരമായ കാലം ഓർമ്മ വരുന്നുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു കണക്ക് കൂടി ഞാൻ നിങ്ങളെ കാണിക്കും. അതിഭീകരമായ കണക്കാണ്. കഴിഞ്ഞ ഇവന്മാർ അധികാരത്തിൽ കയറി വെറും 20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, UDF ഗവൺമെന്റ് അധികാരത്തിലേറി വെറും 20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പനി പിടിച്ചിട്ട് 67 പേർ മരിച്ചു. 67. അതിന്റെ ഹിന്ദി എനിക്ക് പറയാൻ അറിയില്ല. 67 പേർ മരിച്ചു. എന്തെങ്കിലും ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ? 67 മരണം. പിണറായി വിജയൻ താങ്കൾ എന്ത് ചെയ്യുന്നു? വീണ ജോർജ് നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ അഭിനയിച്ച് നടക്കുകയാണോ? കഴുത്തിൽ കെട്ടും കെട്ടി നിങ്ങൾ അഭിനയിച്ച് നടക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊന്നും കാണാനില്ലല്ലോ സുഹൃത്തുക്കളെ. എനിക്ക് ഭ്രാന്തായതൊന്നുമല്ല. എനിക്കറിയാം പിണറായി വിജയൻ അല്ല ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന്. എനിക്ക് നല്ലപോലെ അറിയാം നമ്മുടെ വീണ ജോർജ് അല്ല ഇവിടുത്തെ ആരോഗ്യമന്ത്രി എന്ന്. പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ലേ നമ്മുടെ കേരളത്തിലെ ചർച്ചയല്ല? സ്മൃതി പരുത്തിക്കാടൊക്കെ ഉറഞ്ഞു തുള്ളില്ലേ? ആ തുള്ളലൊക്കെ നമ്മൾ കാണേണ്ടി വരില്ലേ? അല്ലേ? ആ തുള്ളലൊക്കെ കാണേണ്ടി വരുമായിരുന്നു. ഇപ്പൊ തുള്ളുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ തുള്ളുന്നുണ്ടോ? എന്താ തുള്ളാത്തേ? ഓരോ മാധ്യമങ്ങളോടും ചോദിക്കണ്ടേ? വെറും പനി പിടിച്ച് 67 പേര് മരിക്കാൻ എന്താണ് കാരണം? നിങ്ങളൊന്ന് ഒരു മാസമല്ലേ, അത്ര പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് മറന്നു പോവല്ലേ ഏട്ടാ. ഒരു മാസം തുടക്കത്തിലേക്ക് പോകൂ. ഈ പറയുന്ന UDF സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ഇവരാദ്യം ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ഇവരാദ്യം ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാ ശ്രമിച്ചേ? പ്രതികാര നടപടികൾ അല്ലേ? കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ ഒപ്പം പൈലറ്റ് വാഹനത്തിൽ പോയിരുന്ന കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. ആ പോലീസുകാർ പിണറായി വിജയനുള്ള പ്രണയം കൊണ്ട് ഒരുമിച്ച് പോയതല്ല. അത് പ്രത്യേക സേനകളെ പിണറായി വിജയന്റെ സംരക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ്. അത് കേരളത്തിലെയും കേന്ദ്ര ഗവൺമെന്റിലെയും ഒരു ടീമുണ്ട്, സംരക്ഷണം ഏർപ്പെടുത്താനുള്ള ടീമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ത്രട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവർക്ക് ഒരു വലിയ സുരക്ഷ ഏർപ്പെടുത്തും. അത് സുരക്ഷാ ഏജൻസിയുടെ ചുമതലയാണ്. ആ സുരക്ഷാ ഏജൻസികൾ പലപ്പോഴും നമ്മുടെ പോലീസ് സേനയിലുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഒരു തവണ പിണറായി വിജയൻ ആക്രമിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ അത്തരം ആളുകൾ ഓടിപ്പിക്കാൻ നിന്നിട്ടുണ്ട്. അതിനിപ്പോ VD സതീശനെ ആക്രമിക്കാൻ എന്ന ഒരു പദ്ധതി മറ്റും ആരെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ ഉണ്ടാവും. അദ്ദേഹത്തിനുള്ള സുരക്ഷാ ആളുകളും ആരെങ്കിലൊക്കെ ആക്രമിക്കാൻ വരുമ്പോ, അല്ലയോ മഹാനുഭാവ, താങ്കൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശ മേനോൻ അവർകളെ ആക്രമിക്കാതിരുന്നുകൂടെ എന്നൊന്നും ചോദിക്കത്തില്ല. വടിയെടുത്ത് പടച്ച് ഓടിച്ചു കളയും. ഇനിയിപ്പോൾ അതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ കയ്യിലത്തെ തോക്ക് ഉപയോഗിക്കും, മുട്ടിന് താഴെ ചിലപ്പോൾ വെടിവെച്ച് കളയും, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കും. നമ്മളൊരു വെടിവെച്ച കേട്ടായിരുന്നു, മറന്നു പോകല്ല് കേട്ടാ. ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരും അല്ലേ? അങ്ങനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ആൾക്കാരൊക്കെ പ്രതികാര നടപടിയായിരുന്നു നിന്നിരുന്നത്. അതല്ലാതെ ഇനി മഴയാണ് വരാൻ പോകുന്നത്, തോടുകൾ വൃത്തിയാക്കണം, ശുചീകരണ പ്രവർത്തനം നേതൃത്വം കൊടുക്കണം, വളരെ പെട്ടെന്ന് തദ്ദേശവുമായിട്ടുള്ള എല്ലാ ഗവൺമെന്റുകൾക്കും നിർദ്ദേശം നൽകണം, അവരെ കൊണ്ട് ഇതൊക്കെ പക്ക ക്ലീൻ ആക്കിക്കണം, ആശുപത്രികളിൽ ആവശ്യത്തിലുള്ള മരുന്നുണ്ടാകണം, ആശുപത്രികളിൽ ആവശ്യത്തിലുള്ള ഡോക്ടേഴ്സുകൾ മറ്റും ഉണ്ടാവണം, സൗകര്യങ്ങൾ ഒരുക്കണം, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഈ പറഞ്ഞ പരിപാടികൾ ഒന്നും തന്നെയും ചെയ്തിട്ടില്ല.
ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറ, എനിക്ക് അയച്ചുകൊണ്ടാ. അത്തരത്തിലുള്ള എന്ത് നിലപാടുകളാണ്, എന്ത് പദ്ധതികളാണ് ഇവരെടുത്തതെന്ന്. ഇതാ ഇപ്പൊ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എടുക്കാൻ പോകുന്നതല്ല, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരോരും പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കുറെ പ്രവർത്തികളുണ്ട്, അതൊന്നും ചെയ്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മലീമസമായി പോയി നമ്മുടെ കേരളം, മലീമസമായി പോയി. ആ മലീമസമായി പോവുകയും കൊതുകൾ പെരുകുകയും ഇതിന്റെ ഭാഗമായിട്ട് അണുക്കള് കൂടുതലായിട്ട് ഉണ്ടാവുകയും ആളുകൾക്ക് പല ജാതി അസുഖങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് പനി പിടിച്ചു മാത്രം എന്റെ പൊന്നു സുഹൃത്തുക്കളെ 67 പീപ്പിൾ, 67 മലയാളികളാണ് മരിച്ചുപോയത്. 67 മലയാളികൾ. ഷിഗല്ല ബാധിച്ച 6ഓളം കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിലേക്ക് ഒരു സങ്കടം, ഒരു ദുഃഖം പോലും നിങ്ങളെ മനസ്സിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങളെന്ത് ജനങ്ങളാണ് എന്നൊക്കെ ചോദിച്ചു പോകുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ പിണറായി വിജയനാണോ? നമുക്ക് കുറ്റം പറയാം, നമുക്ക് പിണറായി വിജയനെ കുറ്റം പറയാം, നിങ്ങളാണ് കാരണം എന്ന് പറയാം. പക്ഷേ പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും ഇവിടുത്തെ സമരമുഖങ്ങൾ? എങ്ങനെയായിരിക്കും? CPM-കാരെ മുഴുവൻ മുൾമുനയിൽ നിർത്തില്ലേ ചർച്ചകളിൽ? ഉണ്ടാവില്ലേ? ഇതാ കാണും നിങ്ങള് 67. ഞാൻ ചിലപ്പോൾ ഇത് പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഞാൻ എഴുതി വായുവിൽ എഴുതിണ്ടാക്കി കൂട്ടി പറയാം. എന്നല്ല, നോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്, നോ ക്യാപ്പ്. ഇതൊരു ഔദ്യോഗിക രേഖയിൽ നിന്ന് കിട്ടിയ കണക്കാണ്. ഇതെന്താ മറച്ചു വെക്കുന്നേ? മറച്ചു വെക്കരുത് എന്നുള്ളതാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കുറ്റം പറയാം. ആരൊക്കെ കുറ്റം പറയേണ്ടത്? ഇതാ കുറ്റം പറയേണ്ട ആളുകളുടെ ലിസ്റ്റൊക്കെ എടുത്തോളൂ. പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ കുറ്റം പറഞ്ഞോളൂ. ഇനി അതൊന്നും പോരാഞ്ഞ് ഇതവിടെ കെടുക്കട്ടെ. 1 വർഷത്തോളം എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇനി ഇരുട്ടിലാവാൻ പോവുകയാണ്. 1 വർഷത്തോളം, ഈ വരുന്ന ഡിസംബർ വരെ കറണ്ട് കട്ടുണ്ടായിരിക്കും. Have you ever heard of the word so-called കറണ്ട് കട്ടു? കേട്ടിരുന്നോ? Have you ever കേട്ടിരുന്നോ? കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ കറണ്ട് കട്ട് എന്ന് പറയുന്ന വാക്ക് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ആ കറണ്ട് കട്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഭീകരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കറണ്ട് കട്ട് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും കുരുപൊട്ടും. സംസ്ഥാനത്ത് ഈ വർഷം മുഴുവൻ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB. ഡിസംബർ വരെ രാത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി തുടരും എന്നാണ് KSEBയുടെ മുന്നറിയിപ്പ്. പ്രതിസന്ധി ഈ നിലയ്ക്ക് പോയാൽ ലോഡ് ഷെഡിംഗിന്റെ സമയം നീട്ടേണ്ടി വരികയും ചെയ്യും. വില നിയന്ത്രണം മറികടക്കാൻ വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും KSEB റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചു. സന്തോഷം. അല്ലെങ്കിൽ തന്നെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. അതിനൊപ്പം ഇനി കറണ്ടും ഉണ്ടാവില്ല, നമ്മുടെ ആവശ്യ സമയത്ത് മുഴുവൻ കറണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോഴാണ് എനിക്ക് ഗൾഫുകാരോട് സ്നേഹം തോന്നുന്നത്. എൻ്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളോട് മുഴുവൻ ഞാൻ പറയുന്നുണ്ട്, എടാ നല്ല എന്താ പറയാ, പണ്ടത്തെ ഒരു സംഗതി ഇല്ലേ, അതിന്റെ പേര് മറന്നുപോയി. ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കറണ്ട് പോയാൽ കത്തിച്ചു വെച്ചിരുന്ന സാധനം ഇല്ലേ, അത് കൊണ്ടുവരാൻ പറയണം. പണ്ടൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോൾ, കുടുംബക്കാരെങ്കിലൊക്കെ വരുമ്പോൾ അവരൊക്കെ കൊണ്ടുവന്നിരുന്ന അതായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലടാ, ഒരു നീണ്ടൊരു സാധനം, എന്താ പറയാ, രാത്രി കത്തിക്കുക ചാർജ് ചെയ്തിട്ട്. എന്തൊക്കെയായാലും അത് കൊണ്ടുവരാൻ പറയണം. അത് കൊണ്ടുവരാൻ പറയണം. അതിൻ്റെയൊക്കെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്. ഇത് ചുമ്മാ ചെയ്തൊന്നല്ല, ഇവിടെ അത്തരം ലൈറ്റുകളുടെ ഒന്നും ബിസിനസ് തീരെ നടക്കുന്നില്ല. അപ്പൊ അത്തരം ലൈറ്റുകളിലൊക്കെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള VD സതീശൻ മേനോന്റെ ഒരു കളിയാണത്. നൈസ് കളിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ബിസിനസ്സുകാർക്ക് ലാഭം ഉണ്ടാവും, അവർ ജീവിക്കണ്ടേ അല്ലേ? മെഴുകുതിരി ബിസിനസ് കഴിഞ്ഞ 10 വർഷമായിട്ട് തകർന്നടഞ്ഞിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ഇപ്പോൾ കുടിൽ വ്യവസായങ്ങളൊക്കെ ഒന്നുണരും. ആഹാ കൊള്ളാം, VD സതീശൻ മേനോൻ വന്നിരിക്കുന്നു. ഇനി മെഴുകുതിരി 2 രൂപ, 5 രൂപ, 10 രൂപ. 2 രൂപ ഉണ്ടാവില്ല കേട്ടോ, അങ്ങോട്ട് ചെല്ലണ്ട. 5 രൂപ, 10 രൂപ, 2 രൂപക്ക് പോയി. അതുകൊണ്ടാ 5 രൂപ, 10 രൂപ മെഴുകുതിരികൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരും. വൈകുന്നേരം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരുന്നത് അച്ഛനാകട്ടെ അമ്മയാകട്ടെ. അച്ഛനാണെങ്കിൽ അമ്മ വിളിച്ചു പറയും, ഏന്നു വരുമ്പോ 5 രൂപയുടെ 2 മെഴുകുതിരി വാങ്ങിച്ചോളിട്ടാ, അരമണിക്കൂർ കറണ്ട് കെട്ടുണ്ടാവും. ഇനി ഭാര്യയാണെങ്കിൽ എടിയായി 2 മെഴുകുതിരി വാങ്ങിച്ചോട്ടാ. നമ്മളിത് ഈ പരിപാടി ഇനി തുടരും. അങ്ങനെ കുടിൽ വ്യവസായത്തെ കൂടി എന്താ പറയാ, അങ്ങനെ ജീവിപ്പിക്കാൻ
അങ്ങനെ വാക്ക് ഒരു നല്ല മലയാള വാക്കൊക്കെ ആലോചിച്ച് കിട്ടുന്നില്ല. എന്തായാലും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള VD സതീശ മേനോന്റെ ഇതാണ് ദ മാർക്കറ്റ് ഷോട്ട്. നിങ്ങൾ എന്നാ വിചാരിച്ചേ? പിണറായി വിജയനെ പോലെ പിണറായി വിജയനുള്ള സമയത്ത് മെഴുകുതിരി കച്ചവടക്കാരൊക്കെ എന്താ ചെയ്തിരുന്നേ? പട്ടിണിയായിരുന്നു സുഹൃത്തുക്കളെ, പട്ടിണിയായിരുന്നു അല്ലേ? ഈ ലൈറ്റൊക്കെ വിറ്റുന്ന ആൾക്കാരുടെ കാര്യം കഷ്ടമായിരുന്നു സുഹൃത്തുക്കളെ, കഷ്ടമായിരുന്നു. ഇനി എന്തോന്ന് കഷ്ടം? ബിസിനസ്സൊക്കെ തഴച്ച് വളരും. ഇനി വേറെ വല്ല കുടിൽ വ്യവസായം ഉണ്ടാക്കാനുണ്ടാവണോ? ഞാനിപ്പോൾ അത് ആലോചിച്ച് നോക്കുന്നത്. ഇങ്ങനെ VD സതീശൻ മേനോൻ വന്നു കഴിഞ്ഞാൽ മാത്രം ഉണ്ടാവുന്ന കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് കഴിയുമെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. നല്ല കുടിൽ വ്യവസായങ്ങൾ, എനിക്കൊന്ന് ജന്മത്തിൽ കിട്ടാത്ത കുടിൽ വ്യവസായങ്ങൾ കമൻറ്റ് ചെയ്യുകയും അതിൽ ഏതെങ്കിലും കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് കിട്ടിയ ആൾക്ക് എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കും. സമ്മാനം എന്താണെന്ന് ഞാൻ പറയില്ല, വിസ്മയങ്ങളായിരിക്കും അത്. വിസ്മയങ്ങൾ. ബൈ.